പ്രൈസ് ദ ലോർഡ്. ഞാൻ രഞ്ജി, പാലക്കാട് ജില്ലയിൽ തന്നെ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ്. ഞാൻ കുറേ കാലമായിട്ട് ഈ മുണ്ടൂർ സീനായ ധ്യാന കേന്ദ്രത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് ഞാൻ കണ്ടു. പക്ഷേ എന്തിനാണ് ഞാനിത് കൂടിയിട്ട് കാര്യമില്ലല്ലോ എന്നാണ് ഞാൻ ആദ്യമേ കരുതിയത്. പിന്നീട് ഞാൻ വിചാരിച്ചു, ഞാനിങ്ങനെ കുട്ടികളെ എനിക്ക് ഉപദേശിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കൂട്ടത്തിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുട്ടികളെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് ഈ ക്ലാസ് കൂടാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാനത് മറന്നുപോയി. പക്ഷേ ദൈവം എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. വിളിച്ചതുകൊണ്ടാണ് വെള്ളിയാഴ്ച ഇവിടുത്തെ ലാലി സിസ്റ്റർ എന്നെ വിളിച്ചു. ഇങ്ങനെ ഒരു ധ്യാനമുണ്ട്, കൂടുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാനൊന്നും നോക്കാതെ ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. വന്നു കഴിഞ്ഞിട്ടും എനിക്ക് വിഷമമായിരുന്നു. 2 ദിവസത്തെ ലീവ് പോയി, വിഷമമായിരുന്നു. പക്ഷേ ഇത് കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി, ഇത് ഞാൻ കൂടിയില്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് നഷ്ടമായിരുന്നു എന്ന്. കാരണം എനിക്കിത്ര പ്രായമായി, ഇപ്പോൾ സെക്സിനെക്കുറിച്ചൊക്കെ ഇനി ഞാൻ അറിഞ്ഞിട്ട് എന്താണ് കാര്യമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഒരു ദൈവിക സ്നേഹത്തോടെയുള്ള ഒരു സ്നേഹത്തെക്കുറിച്ച് എനിക്ക് മനസ്സിലായി. പിന്നീട് എനിക്ക് ഒരുപാട് വിഷമമുള്ളൊരു കാര്യം, എൻ്റെ മോളെയും കൂടെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളുണ്ട്. അപ്പോൾ അവളെയും കൂടെ കൂട്ടണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. 10ാം ക്ലാസ്സിലെ ക്ലാസ് പോകുമല്ലോ എന്നോർത്ത് കൂട്ടാതെ പോകുന്നതാണ്. അപ്പോൾ ഇനി എന്നാണോ ഈ ധ്യാനം ഇവിടെ സംഘടിപ്പിക്കുന്നത്, ഈ പ്രോഗ്രാം ഇനി വരുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അവളെ ധ്യാനത്തിന് വിടുമെന്ന് മാത്രമല്ല, എൻ്റെ സ്കൂളിലത്തെ കുട്ടികളെ +1 +2 പഠിക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും ഒരു കൗമാരത്തിലെത്തിച്ചേർന്ന ഒരു കുട്ടികൾ തീർച്ചയായിട്ടും കൂടേണ്ട ഒരു പ്രോഗ്രാമാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നത്ര മാക്സിമം കുട്ടികളെ ഇനി അടുത്ത പ്രോഗ്രാമിന് തീർച്ചയായിട്ടും ഞാൻ വിടും. മാത്രമല്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുട്ടികളോട് പറയുമ്പം ഒരു ചെറിയ വിഷമമൊക്കെ തോന്നുമായിരുന്നു. പക്ഷേ വിഷമമല്ല, കാരണം നമ്മുടെ ആത്മാവ്, അതായത് ഒരാളുടെയെങ്കിലും ആത്മാവിന് എൻ്റെ വാക്കുകളിലൂടെ ഒരു വ്യത്യാസം വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു പുണ്യമായിട്ടാണ് ഞാനിപ്പോൾ കരുതുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്നെക്കൊണ്ട് പറ്റാവുന്നത് പോലെ ഞാൻ ആ കുട്ടികളോട് സംസാരിക്കുകയും ചെയ്യും. മാത്രമല്ല, ഇത് സാധാരണ റിട്രീറ്റ് എന്ന് പറയുമ്പോൾ മറ്റു മതസ്ഥരോട് പറയാൻ വേണ്ടിയിട്ട് പൊതുവെ ഒരു വിഷമം വരും. പക്ഷേ ഇതെന്ന് പറയുന്നത് അങ്ങനെ ഒരു കുർബാനയുണ്ട്. കുർബാന കൂടുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ് മറ്റു മതസ്ഥർക്കാണെങ്കിലും. പക്ഷേ മാത്രമല്ല, മറ്റു മതസ്ഥരാണെങ്കിൽ പോലും യാതൊരു പ്രയാസവും ഇല്ലാതെ, അതായത് അവരുടെ നമ്മൾ മറ്റൊരു മതത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു എന്നൊരു വിചാരം ഇല്ലാതെ ശരിക്കും മോറലി നന്നായിട്ട് ജീവിക്കാനായിട്ട് എല്ലാവരെയും സഹായിക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാ മതസ്ഥരായിട്ടുള്ള കുട്ടികളോട് ഞാൻ ഇത് പങ്കെടുക്കണമെന്ന് പറയും. തീർച്ചയായിട്ടും ഞാൻ കുട്ടികളെ മാക്സിമം ഇങ്ങോട്ടേക്ക് വിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ദൈവത്തിന് നന്ദി.